എന്തൊരവസ്ഥയാണ്, എന്തൊരു മെനക്കെട്ട ബഡ്ജറ്റാണ്. സാധാരണക്കാരനെ കുഴിയിൽ വലിച്ചിട്ട് മൂടും. എല്ലാ ബഡ്ജറ്റും ഇങ്ങനെയൊക്കെ തന്നെയാണ്, എല്ലാത്തിനും വിലക്കയറ്റം. ജോയേ ജോയേ നിന്നാ ശരിയാവൂല ചേട്ടാ. ഒന്നും നിന്നടാ, ചേട്ടാ നിന്നാ ശരിയാവൂല. അന്ന് വീട് വരെ പോയിട്ട് വരട്ടെ. കാര്യം പറഞ്ഞോ ചേട്ടാ, ഞാൻ കാര്യം പറയാൻ നിന്നാലേ ബ്ലക്ക വിലകേടാവും. നിനക്ക് വയറുവേദന, നിനക്ക് വയറുവേദനയാണെങ്കിൽ ഇവിടെ കക്കൂസേ പോവല്ല. ഈ വീടെത്തുമ്പോഴേക്കും കാര്യം കഴിയും. ശരിയാണ്, ഇത് വീടെത്തൂല. എന്നാ കക്കൂസിലേക്ക് കിട്ടോ. എന്റെ പൊന്നോ, വന്ന വഴി ആ ചേമ്പും കാട്ടിലൊന്ന് കേറി. ഓ അത് ശരി. എന്നിട്ട് ചേമ്പവിടറാ. ഓ, ചേമ്പ് പറിക്കാൻ കയറിയതല്ല. ഓ അങ്ങനെ ഒരെണ്ണം സഹായിച്ചിട്ടുള്ള വരവാണല്ലേ. വാസുവേട്ടാ, ഇതിനകത്ത് വെള്ളമില്ലട്ടാ. നീ ആദ്യം കാര്യം സാധിക്കേ, ഇപ്പോഴൊക്കെ ഞാൻ വെള്ളം എത്തിക്കാം. ഞാൻ വെള്ളം ഒരിക്കണ്ട. ഓ, സമാധാനമായി. ആഹാ കഴിഞ്ഞ. എന്താണ് രാവിലെ വലിച്ചേറ്റിയത്? ഏയ്, ഞാൻ രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാറില്ല. ഒരു ഉപ്പ് കള്ളു കുടിച്ച് അതങ്ങനെ ചെന്നില്ല. അപ്പോഴേക്കും വയറങ്ങോട്ട് കുളുകുളുമായി. ഒരു കണക്കിനാണ് ഷാപ്പിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടിയത്. എന്തിനാണ് നീ ഓടാൻ പോയി? കാശ് കൊടുത്ത് പഠിച്ചെടുത്ത സാധനമല്ലേ, നീ അവിടെ തന്നെ ഇരിക്കണം. ആ, എനിക്ക് നല്ല ചേലായി. എന്ത് ചേലാണ്? അവിടെ അങ്ങനെ മെഴുകി നാറ്റിച്ച് വെച്ചേക്കണം. അവർ ചെയ്യണ പോക്കൃത്തത്തിലേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് നീ പേപ്പർ വായിച്ചാ? ഇല്ല. ആ, അതില് ബഡ്ജറ്റ് അവതരിപ്പിച്ച വെച്ചേക്കണതാണ്. സാധാരണക്കാരൻ നെഞ്ചത്തുണ്ടല്ല, കൊടുവാളിനാണ് വെട്ടിയാക്കണത്. എന്താണ് പിന്നെയും വില കൂട്ടിയ? വില കൂട്ടിയാന്നാ? സാധാരണക്കാരന്റെ മദ്യം എന്നും പറഞ്ഞുകൊണ്ടാണ് ജവാൻ ഇറക്കിയത്. ഇപ്പൊ അതിന്റെ വില എത്രയായി? പേപ്പറൊന്നും എടുത്തു നോക്ക്. ഇതിനൊക്കെ നിങ്ങളാണ് പ്രതികരിക്കേണ്ടത്. ഞാൻ എങ്ങനെ പ്രതികരിക്കാനാണ്? ഞാൻ ഷാപ്പിൽ ചെന്ന് കല്ലിന്റെ വില ഓർക്കണമെന്ന് പറഞ്ഞാൽ അവരായിട്ട് ഓർക്കും. താൻ ഒറ്റക്കല്ല, സംഘടിക്കണം. സംഘടിച്ചാലേ ശക്തരാകുള്ളൂ. ഓ അങ്ങനെ. താൻ മാത്രമല്ല കുടിയന്മാരായിട്ടുള്ളത്, ആണോ? അതല്ല. അപ്പം മറ്റുള്ളവരെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വാ. ഇന്ന് തന്നെ നമുക്കൊരു സംഘടന ഉണ്ടാകും. താൻ പോയിട്ട് വാ.